ശിവാനന്ദിന് നേരെ ഉയർത്തിപ്പിടിച്ച ആ സിറിഞ്ചിന്റെ നീഡിൽ ഉരുകി ഒലിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും കറുത്ത പുകയുയർന്നു. യു സീ മാൻ, മെറ്റൽ ആസിഡിൽ വീണാൽ ഉരുകിപ്പോകും. പ്രഭാകരന്റെ മുഖത്ത് വികൃതമായൊരു ചിരി പരന്നു. എൻ്റെ പാർവതി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറ്റില്ലായിരുന്നു. അയാൾ മേശപ്പുറത്ത് തട്ടി അവശേഷിച്ചിരുന്ന നീഡിലിൻ്റെ ഭാഗങ്ങൾ അടർത്തുമാറ്റി. തുടർന്ന് ആസിഡ് ഇറ്റിറ്റ് വീഴുന്ന ആ സിറിഞ്ചുമായി അയാൾ ശിവാനന്ദിന് അഭിമുഖമായി കുനിഞ്ഞു നിന്നു. ടോർച്ചർ ചെയ്ത് കൊല്ലുന്നത് എനിക്കൊരു ഹരമാണ്. പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി ആസിഡിൽ മുക്കി പയ്യെ പയ്യെ. അയാൾ പല്ലിളിച്ച് ചിരിച്ചുകൊണ്ട് ശിവന്റെ വായി മൂടിയിരുന്ന പ്ലാസ്റ്റർ പറിച്ചെടുത്തു. അപ്പോൾ ശിവ, നീ സഹകരിച്ചാൽ നമുക്ക് വേഗം വേഗം കാര്യങ്ങൾ തീർക്കാം. അയാൾ അവൻ്റെ മുടിയിൽ പിടിച്ചുയർത്തി കണ്ണുകളിലേക്ക് നോക്കി. ആദ്യത്തെ ചോദ്യം, ആരാ ഈ നതാലിയ? ശിവാനന്ദ് നിശബ്ദനായിരുന്നു. പ്രഭാകരൻ പതിയെ ആ സിറിഞ്ച് അവൻ്റെ മുഖത്തോടടുപ്പിച്ചു. ഒരു സാമ്പിൾ തരാൻ കേട്ടോ? എനിക്കറിയില്ല. ശിവാനന്ദ് സ്വയം അറിയാതെ പുറകോട്ട് ചാഞ്ഞു. അങ്ങനൊരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അവരാരാണെന്ന് എനിക്കറിയില്ല. സത്യമാണ്. ഒരു തുള്ളി സൾഫ്യൂരിക് ആസിഡ് ശിവാനന്ദിൻ്റെ ഷർട്ടിലേക്ക് വീണു. ഷർട്ട് തുളച്ച് അത് ശരീരത്തിൽ തൊട്ടതും അവൻ പല്ലുകൾ ഇറക്കി കടിച്ചു പിടിച്ചുകൊണ്ട് പ്രഭാകരന്റെ മുഖത്തേക്ക് നോക്കി. കെട്ടിയിട്ട് ആണത്തം കാണിക്കുകയാണ് അല്ലേടാ? തന്തയ്ക്ക് പിറന്നതാണെങ്കിൽ നട്ടലെന്ന് പറയുന്ന നിന്റെ അനാവശ്യ വസ്തു അതേ സ്ഥാനത്ത് ഉണ്ടെന്നുറപ്പുണ്ടെങ്കിൽ പ്രഭാകര, ഈ കെട്ടൊന്ന് അഴിച്ചുവിട്ട് നോക്കടാ. അവൻ്റെ കണ്ണുകളിൽ നിന്ന് തീ പാറി. ഷി. പ്രഭാകരൻ അവൻ്റെ വായ പൊത്തി. സൈക്കോളജിക്കലായി എന്നെ കീഴ്പ്പെടുത്താമെന്നൊന്നും എൻ്റെ മോൻ കരുതല്ലേ. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ നമുക്കിത് വേഗം അവസാനിപ്പിക്കാം. എന്താ? ശിവന്റെ കൈകൾ പിറകോട്ട് പിണച്ച് കെട്ടിയിരിക്കുകയാണ്. എളുപ്പത്തിൽ അഴിച്ചെടുക്കാനാവാത്ത വിധം ടേപ്പ് കൊണ്ട് വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ശിവാനന്ദിന് മരണം ഉറപ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. സോ പറയൂ ശിവ, ആരാണ് ഈ നതാലിയ? ഒരു തുള്ളി ആസിഡ് കൂടി ശിവന്റെ കൈത്തണ്ടയിലേക്ക്. ശിവാനന്ദ് അനങ്ങിയില്ല. ഓക്കെ, എങ്കിൽ പിന്നെ നമുക്ക് പണി തുടങ്ങാം. അയാൾ എഴുന്നേറ്റ് നിലത്ത് കിടന്ന മരം വെട്ടുന്ന യന്ത്രവാൾ എടുത്തു. ചാവുന്നതിൽ എനിക്ക് വിഷമമില്ലടാ പട്ടി. ശിവാനന്ദ് അലറിക്കൊണ്ട് കുതറി. ഇത്രയും കാലം നീ പറയുന്ന വാക്കും വിശ്വസിച്ച് മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണമെന്നും പറഞ്ഞ് നീ വിളിക്കുന്നിടത്തൊക്കെ പാഞ്ഞു നടന്നതോർക്കുമ്പോഴാ. എങ്ങനെ സാധിക്കുന്നടാ ചെറ്റേ നിനക്ക്? ബഹളം വെക്കലടാ. പ്രഭാകരൻ ആ സിറിഞ്ച് അവൻ്റെ കണ്ണുകളിലേക്ക് ചൂണ്ടി. എന്നെ കൊന്നാലും നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോടാ? നിന്റെ ഒടുക്കത്തിന പ്രഭാകര ഈ കുതിപ്പ്. നീ കേട്ടിട്ടില്ലേ അണയാൻ പോകുന്ന തീ ആളി കത്തുമെന്ന്? നീ ഓർത്തോ, എൻ്റെ മരണം നിന്റെ വിജയമല്ല പ്രഭാകര. ശിവാനന്ദൻ ജീവിച്ചത് ആണായാടാ. ഇനി മരിച്ചാലും ആണായി തന്നെ മരിക്കും. അത്തരമൊരു മരണം ഇനി എത്ര ജന്മമെടുത്താലും നിനക്ക് നേടാൻ സാധിക്കില്ലടാ പുല്ലേ. എന്തൊരാവേശം എൻ്റെ ശിവ. പ്രഭാകരൻ അവൻ്റെ തലയിൽ തഴുകി. നിനക്കറിയോ എൻ്റെ കഥ? ഞാൻ എങ്ങനെ ഈ കാണുന്ന പ്രഭാകരൻ മുതലാളിയായെന്ന്? നിന്നെപ്പോലുള്ള എല്ലാ പട്ടികൾക്കും പറയാൻ കാണും എന്തെങ്കിലും ഒരു കഥ. എനിക്ക് കേൾക്കണ്ട. ഏയ്, അങ്ങനെ പറയരുത്. നീ കേൾക്കണം. പ്രഭാകരൻ ആ വാൾ അവൻ്റെ കസേരയിൽ ചാരിവെച്ച് ശിവന് അഭിമുഖമായി ഇരുന്നു. 6-ാം വയസ്സിൽ എൻ്റെ അപ്പൻ സ്വന്തം അമ്മയെ ചവിട്ടിക്കൊല്ലുന്നത് നേരിൽ കണ്ടവനാ ഞാൻ. നിനക്കറിയാമോ, ആ തന്ത ഒറ്റ ഒരുത്തനാ എന്നെ. ശിവാനന്ദ് ശ്രദ്ധിച്ചു. തൻ്റെ കാൽവിരലുകൾ തറയിൽ മുട്ടുന്നുണ്ട്. ഒരല്പം കൂടി താഴേക്ക് ഊർന്നിറങ്ങി അയാൾ. എന്താ ശിവ ഉദ്ദേശം? പ്രഭാകരൻ്റെ മുഖത്ത് പരിഹാസച്ചിരി പടർന്നു. ഇറങ്ങി ഓടാനോ മറ്റോ ആണോ? അടുത്ത നിമിഷം ശിവാനന്ദ് തൻ്റെ കാൽപാദങ്ങൾ തറയിലമർത്തി ഒരു കുതിപ്പോടെ ശക്തിയായി മുന്നോട്ട് മലർന്നു. പ്രഭാകരൻ ചാടി എഴുന്നേറ്റപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ശിവനെ ബന്ധിച്ചിരുന്ന ആ മരക്കസേര വീഴ്ചയിൽ പല കഷ്ണങ്ങളായി ഒടിഞ്ഞു. മുൻപോട്ട് കുതിച്ച പ്രഭാകരന്റെ ഇരുകാലുകളിലും സർവശക്തിയുമെടുത്ത് ശിവാനന്ദ് ആഞ്ഞു ചവിട്ടി. ഒരു വൻമരം കടപുഴകി വീഴുന്നതുപോലെ പ്രഭാകരൻ മുൻപോട്ട് അലച്ചു വീണു. ശിവാനന്ദിന്റെ മുകളിലേക്ക് തന്നെ. അടുത്ത നിമിഷം തന്നെ അവന്റെ ബലിഷ്ഠമായ കാലുകൾക്കിടയിൽ അയാളുടെ കഴുത്ത് കുടുങ്ങി. ബഹളം കേട്ട് അപ്പുറത്തെ മുറിയിൽ നിന്ന് 2 പേർ ഓടിയെത്തിയപ്പോഴേക്കും ശിവാനന്ദ് തൻ്റെ കൈകൾ സ്വതന്ത്രമാക്കിയിരുന്നു. പ്രഭാകരന്റെ ഇരു കണ്ണുകൾക്ക് നടുവിലെ മുട്ടുകൈ കൊണ്ടുള്ള ഒരൊറ്റ പ്രഹരത്തിലൂടെ അവൻ അയാളെ ബോധരഹിതനാക്കി. വന്നവരിൽ ഒരുവൻ സണ്ണി തൻ്റെ കഴുത്തിന് പുറകിൽ നിന്നും നീളമുള്ള ഒരു കത്തി വലിച്ചെടുത്തു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ കാലുകൾ ബന്ധിച്ചിരുന്ന ടേപ്പ് വലിച്ചഴിക്കുകയായിരുന്നു ശിവാനന്ദ്.
കൊല്ലടാ അവനെ! ഏറ്റവും പുറകിൽ നിന്നവൻ ആക്രോശിച്ചു. ഒരലർച്ചയോടെ സണ്ണി മുൻപോട്ട് കുതിച്ചു. ശിവാനന്ദിന്റെ കയ്യിൽ ആദ്യം തടഞ്ഞത് തന്നെ ബന്ധിച്ചിരുന്ന കസേരയുടെ ഒരു ഭാഗമാണ്. ഒറ്റ വീശിന് സണ്ണിയുടെ കയ്യിൽ നിന്നും ആ കത്തി തെറിച്ചുപോയി. ശിവാനന്ദ് ഒരു നിമിഷം പോലും പാഴാക്കാതെ ചാടി എഴുന്നേറ്റ് സണ്ണിയെ അടിച്ചു വീഴ്ത്തി. മലർന്നു വീണ അവന്റെ ഇരു കണ്ണുകളിലും മാറി മാറി അയാൾ തന്റെ കൈമുട്ടുകൾ കൊണ്ട് പ്രഹരിച്ചു. മറ്റവനാകെ പകച്ചുപോയിരുന്നു. സ്വതവേ കരുത്തനായ സണ്ണിയെ ഇത്ര പെട്ടെന്ന് ശിവൻ കീഴ്പ്പെടുത്തുമെന്ന് അയാൾ കരുതിയില്ല. മേശപ്പുറത്തിരിക്കുന്ന തോക്കിലേക്കായി അയാളുടെ നോട്ടം. പക്ഷെ അത് മുൻകൂട്ടി കണ്ടുപോലെ ശിവാനന്ദ് എഴുന്നേറ്റ് നിന്നു. നിനക്ക് കൈ വിറയ്ക്കാതെ ഉന്നം തെറ്റാതെ എന്നെ ഷൂട്ട് ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ എന്തിന്? ആ തോക്ക് നീ ഒന്ന് എടുക്കുകയാണെങ്കിൽ നീ ഒരാണാണെന്ന് ഞാൻ പറയും. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കടാ. അവജ്ഞയോടെ പല്ലിളിച്ച് ചിരിച്ചുകൊണ്ടാണ് ശിവാനന്ദ് പറഞ്ഞത്. പ്രഭാകരന്റെ എച്ചിൽ തിന്നുകൊഴുത്ത കൊടിച്ച് പട്ടികളാ നീയൊക്കെ. അവൻ കുരയ്ക്കാൻ പറഞ്ഞാൽ കുരയ്ക്കും, കടിക്കാൻ പറഞ്ഞാൽ കടിക്കും. പക്ഷെ ആണൊരുത്തൻ തറപ്പിച്ചു നോക്കിയാൽ ചോർന്നു പോകും നിന്റെയൊക്കെ ധൈര്യം. ആ നീയൊക്കെ വിചാരിച്ചാൽ പൂട്ടാൻ പറ്റുന്ന ഐറ്റം അല്ലടാ ഈ ശിവൻ. സ്ഥിതിഗതികൾ തൻ്റെ നിയന്ത്രണത്തിൽ വന്നെന്ന് ശിവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനിയും ആ വില്ലയ്ക്കുള്ളിൽ വേറെ ഗുണ്ടകൾ കണ്ടേക്കും. പക്ഷേ ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥയിൽ എത്ര എണ്ണം കയറി വന്നാലും അടിച്ചു വീഴിക്കാൻ തനിക്ക് കരുത്തുണ്ടെന്ന് അയാൾക്ക് തോന്നി. കാലുകൊണ്ട് നിലത്ത് കിടന്ന ഒരു സ്റ്റീൽ കമ്പി ഉയർത്തി അവൻ കൈക്കലാക്കി. ശിവാനന്ദ് മുൻപോട്ട് ഓരോ ചുവട് വെക്കും തോറും ആ മനുഷ്യൻ പുറകോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ ശിവാനന്ദ് ആ തോക്ക് കയ്യിലെടുത്ത് വീണുകിടക്കുന്ന പ്രഭാകരനെ കവച്ചു വെച്ച് നിലയുറപ്പിച്ചു. വാ, ഇവിടെ വന്നിരിക്കി, ശരീരം കേടാക്കണ്ട. അവൻ അവിടെ കിടന്ന മറ്റൊരു കസേര കാലുകൊണ്ട് തള്ളി നീക്കിക്കൊടുത്തു. അടുത്ത നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. ബോധരഹിതനായിരുന്ന പ്രഭാകരൻ ഒന്നനങ്ങി. അടുത്ത നിമിഷം തന്നെ ചാടി എഴുന്നേറ്റ് ഒരു കാളക്കോറ്റിനെ പോലെ മുക്കറയിട്ടുകൊണ്ട് ശിവാനന്ദിന്റെ കഴുത്തിലൂടെ തന്റെ കൈകൾ വിരിഞ്ഞു മുറുക്കി. ആ തടിച്ച ശരീരത്തിന്റെ ഭാരം താങ്ങാനാകാതെ ശിവൻ പുറകോട്ട് മലർന്നു. എബി, പിടിക്കടാ ഇവനെ! പ്രഭാകരൻ അലറി. അയാളുടെ മുഖം ചോരയിൽ കുതിർന്നിരുന്നു. ഓടിയെത്തിയ എബി ശിവാനന്ദിന്റെ കയ്യിൽ നിന്നും ആ തോക്ക് തട്ടിത്തെറിപ്പിച്ച് അവന്റെ കാലുകളിൽ പിടിച്ച് നിലത്തേക്ക് വലിച്ചു വീഴിച്ചു. ശിവൻ വീണത് നേരത്തെ തെറിച്ചുപോയ കത്തിക്ക് മുകളിലേക്കായിരുന്നു. മലർന്നു വീണുപോയ അവനു മുകളിൽ പ്രഭാകരൻ കയറിയിരുന്നു. ഏതാണ്ട് 120 കിലോ ഭാരമുള്ള ആ മനുഷ്യനിടയിൽ അനങ്ങാൻ പോലുമാകാതെ ശിവാനന്ദ് നിസ്സഹായനായി കിടന്നു. അവന് ശ്വാസം മുട്ടിത്തുടങ്ങിയിരുന്നു. ഇവനെ ഒറ്റ പിടിക്കൊന്നും തീർക്കാൻ പറ്റില്ല. ആ സിറിഞ്ചിങ്ങെടുത്ത് ആദ്യം ഇവന്റെ 2 കണ്ണും കളയണം, എന്നിട്ട് മതി ബാക്കി. പ്രഭാകരൻ മുരണ്ടു. സാറേ, അത് കണ്ടോ? എബി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ശിവാനന്ദിന് പുറകിൽ ആ കത്തി തറഞ്ഞു കയറിയിരിക്കുകയാണ്. നിലത്താകെ ചോര പരന്നൊഴുകി തുടങ്ങിയിരിക്കുന്നു. ഏയ്, ഇത് ശരിയാവില്ല. നീ ഇങ്ങനെ ചത്താൽ എനിക്കൊരു സമാധാനമുണ്ടാകില്ല. അയാൾ പിഴഞ്ഞെഴുന്നേറ്റ് ശിവാനന്ദിനെ പിടിച്ചുയർത്തി. ആ ഒരൊറ്റ നിമിഷം അതിലെല്ലാം കഴിഞ്ഞു. പ്രഭാകരൻ തൻ്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റതും ശിവൻ പുറകിലേക്ക് തൻ്റെ കൈ നീട്ടി ആ കത്തി വലിച്ചൂരിയെടുത്തു. തൻ്റെ മർമ്മസ്ഥാനത്ത് അതിശക്തമായൊരു ചവിട്ട് കിട്ടിയ പ്രഭാകരൻ പുറകോട്ട് മലർന്നു വീണു. ശിവാനന്ദ് അയാൾക്ക് മുകളിലേക്ക് ഒരു ചീറ്റപ്പുലിയെ പോലെ ചാടി വീണു. പ്രഭാകരൻ്റെ നെറ്റിയിൽ ആഴത്തിലൊരു മുറിവേൽപ്പിച്ചുകൊണ്ട് ആ കത്തി കടന്നുപോയി. പക്ഷേ പ്രഭാകരനും വിട്ടില്ല. അയാൾ തൻ്റെ തടിച്ച വിരലുകൾ ശിവാനന്ദിൻ്റെ തൊണ്ടയിൽ അമർത്തി പിടിച്ചു. അധികനേരം തനിക്ക് ഈ അവസ്ഥയിൽ തുടരാനാകില്ല എന്ന് മനസ്സിലാക്കിയ ശിവാനന്ദ് ആ കത്തി വായുവിലേക്ക് ഉയർത്തി. പ്രഭാകരൻ്റെ കണ്ണുകളിലെ മരണഭയം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. എത്ര മനുഷ്യർ ഇതുപോലെ ഇവൻ്റെ കത്തിക്ക് താഴെ! അലറിക്കൊണ്ട് ശിവാനന്ദ് ആ കത്തി താഴ്ത്തി. പ്രഭാകരൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. എന്നാൽ ശിവാനന്ദിനെ കൊണ്ട് അതിനായില്ല. ആ കത്തി പ്രഭാകരൻ്റെ കണ്ണുകൾക്ക് നടുവിൽ വായുവിൽ അനക്കമില്ലാതെ നിന്നു. എത്രയൊക്കെ രക്തം തിളച്ചാലും പ്രഭാകരൻ എത്രമാത്രം ആ മരണം അർഹിക്കുന്നുണ്ടെങ്കിലും താനൊരു പോലീസുകാരനാണെന്നുള്ള ബോധം ശിവാനന്ദിനെ നിശ്ചലനാക്കി കളഞ്ഞു. ആ നിമിഷം വെടിപൊട്ടി. ശിവാനന്ദിന്റെ കയ്യിൽ നിന്നും കത്തി തെറിച്ചുപോയി. എണീറ്റ് മാറടാ! എബിയുടെ അലർച്ച. ശിവാനന്ദ് എഴുന്നേറ്റതും അത് സംഭവിച്ചു. മലർന്ന് വീണുകിടന്നിരുന്ന പ്രഭാകരന്റെ തലയ്ക്ക് പുറകിൽ വെച്ചിരുന്ന കൂറ്റൻ പ്ലാസ്റ്റിക് ബാരലിൽ ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. കത്തിയിൽ തട്ടിത്തെറിച്ച വെടിയുണ്ട ആ ബാരലിലാണ് തറഞ്ഞു കയറിയതെന്ന് ശിവാനന്ദന് മനസ്സിലായി. അതിനുള്ളിൽ എന്താണെന്ന് അയാൾക്കറിയാം. സാറേ, ചതിച്ചല്ലോ! എബി നിലവിളിയോടെ ഓടിയെത്തി പ്രഭാകരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോഴേക്കും ഒരൊറ്റ കുതിപ്പിന് ശിവാനന്ദ് ആ മുറിയുടെ വാതിൽക്കലെത്തി കഴിഞ്ഞിരുന്നു. അടുത്ത നിമിഷം നെടുനീളത്തിൽ പിളർന്ന ആ ബാരലിൽ നിന്നും അത്യന്തം വിനാശകാരിയായ സൾഫ്യൂരിക് ആസിഡ് പുറത്തേക്ക് പ്രവഹിച്ചു. പ്രഭാകരിൽ നിന്നും ഒരു ആർത്തനാദമുയർന്നു.
ആസിഡ് നേരെ അയാളുടെ മുഖത്തേക്ക് തന്നെയാണ് ആദ്യം പതിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ മാംസമെല്ലാം ഉരുകിത്തീർന്ന് ഒരു ഭീകര സത്തുമായി മാറി അയാൾ. രക്ഷയില്ലെന്ന് കണ്ട എബി പ്രഭാകരനെ ഉപേക്ഷിച്ച് ഓടി വാതിൽക്കൽ നിന്ന ശിവാനന്ദനെ തള്ളിമാറ്റി പുറത്തേക്ക് പാഞ്ഞു. പെട്ടെന്നായിരുന്നതിനാൽ ശിവാനന്ദന് അയാളെ തടയാനായില്ല. മാത്രമല്ല, തൻ്റെ പുറത്തെ മുറിവിൽ നിന്നും രക്തം കുതിച്ചൊഴുകുകയാണ്. താൻ ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ ബട്ടണുകൾ ഊരി മാറിൽ കുറുകെ വലിച്ചു കെട്ടി ശിവാനന്ദ് ആ മുറിയിൽ നിന്നും വെളിയിലേക്കിറങ്ങി. തിരിച്ചു ചെന്ന് പ്രഭാകരനെയും സണ്ണിയെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും സാധ്യമല്ലെന്ന് അയാൾക്കറിയാം. അത്രയധികം ആസിഡ് നിർവീര്യമാക്കാൻ എളുപ്പമല്ല. നിമിഷങ്ങൾക്കുള്ളിൽ അവർ രണ്ടുപേരെയും അത് കാർന്ന് തിന്നിട്ടുണ്ടാകണം. നിലവിളി നിലച്ചിരുന്നു. ഈ സമയം ഓടി സ്വീകരണ മുറിയിലെത്തിയ എബി മേശപ്പുറത്തു നിന്നും കാറിന്റെ താക്കോൽ കടന്നെടുത്ത് മുൻവാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് കാലെടുത്ത് വച്ചതും ഒരു വെടിശബ്ദം മുഴങ്ങി. മുറ്റത്ത് നിന്നിരുന്ന റോ ഏജന്റ് തന്റെ തോക്കിൽ സൈലൻസർ ഘടിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. കാൽമുട്ടിൽ വെടിയേറ്റ് കിടന്ന് പിടയുകയായിരുന്നു എബി. അവന്റെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കാതെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് ആ പഞ്ചാബി അവനെ വലിച്ചിഴച്ചുകൊണ്ട് ബേസ്മെന്റിലേക്കുള്ള സ്റ്റെയറിനടുത്തെത്തി. അടുത്ത നിമിഷം അനായാസമായി അവനെ ഉയർത്തിയെടുത്ത് അയാൾ സ്റ്റെയറിലൂടെ താഴേക്കുരുട്ടിയിട്ട് വാതിലിലേക്ക് തോക്കു ചൂണ്ടി. മിസ്റ്റർ പ്രഭാകർ, ദിസ് ഈസ് ദ പോലീസ്. യു ആർ സറൗണ്ടഡ്. കം ഔട്ട് വിത്ത് യുവർ ഹാൻഡ്സ് ഇൻ ദ എയർ. ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാൾ ഓരോ സ്റ്റെപ്പും താഴേക്ക് വെച്ചു. ഹേയ്! താഴെ നിന്നും ശിവാനന്ദിന്റെ ഞരക്കം കേട്ടു. ഇറ്റ്സ് ഓക്കെ, ഇങ്ങോട്ട് പോരെ. പ്രഭാകരൻ ഇനി പ്രശ്നമുണ്ടാക്കില്ല. പുറത്തു നിൽക്കുന്നയാൾ മലയാളിയല്ലെന്ന് ശിവാനന്ദിന് ആദ്യം മനസ്സിലായില്ല. ഇൻസ്പെക്ടർ ശിവാനന്ദ്? യെസ്. ഈസ് എവറിത്തിങ് ഓക്കെ? പ്രെറ്റി മച്ച്. യു ക്യാൻ കം ഡൗൺ. ശിവാനന്ദ് എഴുന്നേറ്റ് സ്റ്റെയറിനടുത്തേക്ക് എത്തിയിരുന്നു. തോക്കും ചൂണ്ടി സ്റ്റെപ്പിറങ്ങി വരുന്ന അജാനുബാഹുവായ മനുഷ്യനെ കണ്ട് ശിവാനന്ദ് അമ്പരന്നു. പേടിക്കേണ്ട മിസ്റ്റർ ശിവാനന്ദ്, ശത്രുവല്ല. ഏജന്റ് പുഞ്ചിരിച്ചുകൊണ്ട് അവന് നേരെ കൈനീട്ടി. ഞങ്ങൾ അല്പം വൈകിയല്ലേ? സോറി, വിവരങ്ങൾ കിട്ടാൻ അല്പം താമസിച്ചു. പരമാവധി സ്പീഡിൽ ഞങ്ങൾ എത്തി. ഹു ആർ യു? ശിവാനന്ദിന്റെ സംശയം അതായിരുന്നു. മറുപടി പറയാതെ അയാൾ മുൻപോട്ട് ചെന്ന് വാതിൽ തുറന്ന് ആ മുറിയിലേക്ക് നോക്കി. വാട്ട് ദ ഹാപ്പൻ ഇൻ ഹിയർ? നടുക്കത്തോടെ അയാൾ ആ വാതിൽ വലിച്ചടച്ചു. ശിവാനന്ദിൽ നിന്നും ഒരു ദീർഘനിശ്വാസമുയർന്നു. കമോൺ, താങ്കൾക്ക് അത്യാവശ്യമായി മെഡിക്കൽ സഹായം വേണം. ശിവാനന്ദ് നിശബ്ദത പാലിച്ചു. അയാൾ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവനെ തോളിൽ താങ്ങി മുകളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴേക്കും മറ്റുള്ള ഏജന്റുമാരും അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞിരുന്നു. ആലോചിച്ച് നിൽക്കേണ്ട, എല്ലാം കഴിഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കണം. ശിവാനന്ദിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആ ഏജന്റ് ശിവാനന്ദിനെ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. സ്റ്റെപ്പിലൂടെ ഇഴഞ്ഞു മുകളിലേക്ക് കയറി വരുന്ന എബിക്ക് നേരെ തന്റെ പിസ്റ്റൾ ചൂണ്ടി. അതേ ദിവസം വൈകുന്നേരം പിറവത്തെ ഡേവിഡിന്റെ വീട്ടിലെ സംഭവവികാസങ്ങൾ തുടരുന്നു. തകർന്നു വീണ വാതിലിനപ്പുറത്തു നിന്നും ആ മനുഷ്യൻ പതിയെ അകത്തേക്ക് കയറി വന്നു. ലെറ്റ് ഹിം ഗോ. അവനെ എനിക്ക് വേണം. ഘനഗംഭീരമായ സ്വരം കേട്ടതും നതാലിയ മിൽട്ടനെ വിട്ട് എഴുന്നേറ്റു. തന്റെ മുമ്പിൽ നിൽക്കുന്ന അജാനബാഹുവായ ചെറുപ്പക്കാരനെ മിൽട്ടൻ തല ചിരിച്ചു നോക്കി. ഫോക്സ്, അയാൾ പിറുപിറുത്തു. യെസ്. ഫോക്സ് പുഞ്ചിരിച്ചുകൊണ്ട് അയാൾക്കരികിൽ കുനിഞ്ഞിരുന്നു. അതെ, ഫോക്സ് സ്ട്രൈഡർ തന്നെ. ഫെഡറൽ ഏജന്റ് റസൽ സ്ട്രൈഡറുടെ മകൻ ഫോക്സ് സ്ട്രൈഡർ. മിൽട്ടൺ മുഖമുയർത്തിയെങ്കിലും ഫോക്സിന്റെ കണ്ണുകളിലേക്ക് നോക്കാനാവാതെ ദൃഷ്ടി മാറ്റി. കഴിഞ്ഞ 20 വർഷങ്ങളായി നിന്നോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ പറയട്ടെ. ഫോക്സ് വീണ്ടും ചിരിച്ചു. മിസ്റ്റർ മിൽട്ടൺ ആർ ലൂയിസ്, യു ആർ അണ്ടർ അറസ്റ്റ്. ആസ് പെർ ഇന്റർനാഷണൽ ലോ യു വിൽ നോട്ട് ഹാവ് എനി റൈറ്റ്സ് എക്സെപ്റ്റ് യുവർ ഹ്യൂമൻ റൈറ്റ്സ്. അതുപക്ഷെ ഞാൻ കണക്കിലെടുക്കുന്നില്ല. ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യർക്കുള്ളതാണ്. നീ ആ ഗണത്തിൽ പെടുമോ? എൻ്റെ പപ്പ പറയാറുണ്ടായിരുന്നു. മിൽട്ടൺ സ്വരം താഴ്ത്തി സംസാരിച്ചു തുടങ്ങി. ഒരാളെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ കുടുംബം ഒന്നടങ്കം തീർക്കണമെന്ന്. അല്ലെങ്കിൽ അയാൾ ചിരിച്ചു. അന്ന് എനിക്ക് പറ്റിയ ഒരബദ്ധമാണ് നീ. അന്നൊരു ബുള്ളറ്റിൽ തീർക്കാമായിരുന്നു എനിക്ക് നിന്നെ. പക്ഷേ അടുത്ത നിമിഷം ചീറിപ്പാഞ്ഞു വന്ന ഒരു മുഷ്ടി അയാളുടെ മൂക്ക് തകർത്തു. കയ്യിലെ ചോര മിൽട്ടന്റെ ഷർട്ടിൽ തന്നെ തുടച്ചുകൊണ്ട് ഫോക്സ് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അടുത്ത ഡയലോഗ് പ്ലീസ്. മിൽട്ടൺ വീണ്ടും ആ പരിഹാസച്ചിരി ചിരിച്ചു. വെറുതെ ഇമോഷണലാകാതെ ഫോക്സ്, എനിക്കും നിനക്കും എല്ലാം കാരണങ്ങളുണ്ട്. നമ്മളിങ്ങനെയായി തീരാൻ ഒരു ഭൂതകാലം. എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മളിങ്ങനെയൊക്കെ ആകും. അറ്റ്ലീസ്റ്റ് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അന്ന് നിന്നെ ജീവനോടെ വിട്ടതിനുള്ള ഒരു നന്ദി നീ കാണിക്കണം. അയാൾ ഒന്ന് നിർത്തി. എന്നെ ഒരാൾ കൊല്ലുകയാണെങ്കിൽ അത് വാൾട്ടർ ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
അവനാണതിന് കൂടുതൽ അർഹതയെന്ന് എനിക്ക് തോന്നുന്നു. ആരും നിന്നെ കൊല്ലുന്നില്ല മിൽട്ടൺ. ഫോക്സ് എഴുന്നേറ്റു. നീ പറഞ്ഞല്ലോ ഭൂതകാലം. എൻ്റെ ഭൂതകാലം എന്നെ ഒരിക്കലും ഞാനല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഫെഡറൽ ഏജന്റ് ഫോക്സ് ട്രൈഡർ നിന്നെപ്പോലൊരു ക്രിമിനലിൻ്റെ നിലയിലേക്ക് തരം താഴില്ല. ഗെറ്റപ്പ്. അവൻ മിൽട്ടനെ വലിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി. നിന്റെ അടുത്ത സ്റ്റോപ്പ് ഗൊണ്ടാനാമോ ബേ. അത് ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും. പോകാം നമുക്ക്. 1 മിനിറ്റ് മിസ്റ്റർ ഫോക്സ്. നതാലിയ മുൻപോട്ട് വന്നു. അത്ര എളുപ്പത്തിൽ അവനിവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഞങ്ങൾ ഇതിനുവേണ്ടി ധാരാളം വേർപ്പൊഴുക്കിയതാണ്. ഇവൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഡീൽസ് എല്ലാം ഞങ്ങൾക്ക് പരിശോധിക്കണം. ഗോവയിലെത്താൻ പോകുന്ന ക്രിസ്റ്റൽ മെത്ത് പിടിച്ചെടുക്കണം. യു വിൽ ഹാവ് ടു വെയിറ്റ് മിസ്റ്റർ സ്ട്രൈഡർ. ഫോക്സ് ഒരു നിമിഷം ആലോചിച്ചു. ഇനി ഇവന് ആവശ്യമില്ല. അതിന് നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞില്ലേ? അത് ശരിയാണ്. പക്ഷേ ഞങ്ങൾക്ക് മുകളിൽ ഒരു ഡയറക്ടർ ജനറലുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ ഇവനെ ഒന്ന് ഹാജരാക്കണ്ടേ? യുനോ, ഈ ഓപ്പറേഷനിടയ്ക്ക് എത്ര പേർ കൊല്ലപ്പെട്ടെന്നറിയാമോ? എത്ര പണം ചെലവഴിച്ചെന്നറിയാമോ? ഞങ്ങളാരും നിയമത്തിന് അതീതരല്ല മിസ്റ്റർ ഫോക്സ്. സമയമാണ് ഇവിടുത്തെ വിഷയം. എത്രയും പെട്ടെന്ന് എനിക്കവനെ US എത്തിക്കണം. മെത്ത് ലാബും സ്റ്റോറേജും എല്ലാം കണ്ടെത്തണം. പേടിക്കണ്ട, ഇവനെ കോടതിയിൽ ഹാജരാക്കി വിസ്തരിച്ച് ഞങ്ങൾ സമയം കളയില്ല. വി മൂവ് റിയലി ഫാസ്റ്റ്. അടുത്ത നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ ഗേറ്റിലേക്കായി. അതിവേഗം പാഞ്ഞു വന്ന ഒരു ടൊയോട്ട ഇന്നോവ കാർ ഡ്രൈവ് വേയുടെ ഇരുവശങ്ങളിലും മനോഹരമായി അടുക്കി വച്ചിരുന്ന ചെടിച്ചട്ടികളെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളിൽ ഇടിച്ചു നിന്നു. നിമിഷങ്ങൾക്കുള്ളിൽ നതാലിയുടെ കയ്യിൽ തോക്ക് പ്രത്യക്ഷപ്പെട്ടു. ആരും പെട്ടെന്ന് മണ്ടത്തരമൊന്നും കാണിക്കരുത്. അത് ചിലപ്പോൾ ഡേവിഡ് ആയിരിക്കും, എൻ്റെ പാർട്ട്ണർ. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വാതിലിലേക്ക് തോക്ക് ചൂണ്ടി നിലയുറപ്പിച്ചു. എന്നാൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും വെളിയിലിറങ്ങിയ ആളെ കണ്ടപ്പോൾ സകലരും ഒന്നടങ്ങി. ഫൈനലി മിൽട്ടൺ പിറുപിറുത്തു. ആരും നേരിട്ട് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കരുത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പലവട്ടം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഹീസ് എ വെരി ഡേഞ്ചറസ് മാൻ. ഫോക്സ് മിൽട്ടന് മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തു. നിരായുധനായി നെഞ്ചും വിരിച്ച് ആ മനുഷ്യൻ അകത്തേക്ക് കയറി വന്നു. മിസ്റ്റർ വാൾട്ടർ, എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. അവനിപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. താങ്കളുടെ മകൾ സേഫാണ്. വികാരാതീതനാകേണ്ട യാതൊരു ആവശ്യവുമില്ല. നതാലിയുടെ ചുണ്ടുകൾ വിറച്ചു. ഐ സീ. വാൾട്ടറുടെ നോട്ടം ഫോക്സിലേക്കായി. പ്ലീസ് മൂവ്. എനിക്കവനെ ഒന്ന് കാണണം. വാൾട്ടർ, പ്ലീസ് മൂവ് ഫോക്സ്. ശാന്തനായിരുന്നു വാൾട്ടർ. പക്ഷേ ആ വാക്കുകളുടെ തീഷ്ണത പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. വാൾട്ടർ, അവനെൻ്റെ കുടുംബം ഇല്ലാതാക്കിയവനാണ്. താങ്കൾക്കറിയില്ല. ഞാൻ പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. വാൾട്ടർ ഫോക്സിനെ വലിച്ച് തൻ്റെ പുറയിലേക്ക് മാറ്റി അയാൾ മിൽട്ടന് അഭിമുഖമായി നിന്നു. നിർണായകമായ നിമിഷം. എന്നാൽ മിൽട്ടൻ്റെ മുഖത്തെ കൂസലില്ലായ്മ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. നിന്നെപ്പറ്റി ഞാനിപ്പോൾ പറഞ്ഞു തീർന്നതേയുള്ളൂ. മിൽട്ടൺ പുഞ്ചിരിച്ചു. ഈ കൊച്ചുപിള്ളേർക്ക് ഇതൊന്നും മനസ്സിലാകില്ല വാൾട്ട്. നമ്മുടെ കഴിഞ്ഞ കാലം. എത്ര വർഷമായി നമ്മളിത് തുടങ്ങിയിട്ട് അല്ലേ? അത് പറഞ്ഞ് അവനൊന്ന് കണ്ണിമ ചിമ്മിയ സമയം കൊണ്ട് വാൾട്ടർ അവനെ അടിച്ച് നിലത്തിട്ടിരുന്നു. ഹേയ്! നതാലിയയും ഫോക്സും അയാൾക്ക് നേരെ തോക്കു ചൂണ്ടി. മുന്നറിയിപ്പ് തന്നതാണ് ഞാൻ. മിസ്റ്റർ മിൽട്ടൺ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. യു ഹാവ് നോ അതോറിറ്റി ഹിയർ. അവന് ഞങ്ങൾക്ക് ജീവനോടെ തന്നെ വേണം. ആർക്കും ഇനി ഇവനെ ജീവനോടെ ഞാൻ കൊടുക്കില്ല. 20 കൊല്ലമായി ഞാൻ നടക്കുന്നു. ഇനി ഇവനെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ നീ എന്നല്ല, സാക്ഷാൽ ദൈവം വിചാരിച്ചാലും നടക്കില്ല. നതാലിയയുടെ തൊണ്ട വരണ്ടുപോയി. മിൽട്ടൻ്റെ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയിരുന്നു. വാൾട്ടർ അവനെ മുടിക്കുത്തിൽ പിടിച്ചുയർത്തി. അടുത്ത നിമിഷം തൻ്റെ തലയ്ക്ക് പുറകിൽ ഒരു ക്ലിക്ക് ശബ്ദം കേട്ട വാൾട്ടർ നിശ്ചലനായി. വാൾട്ട്! ശരത്ത് അയാളുടെ തോളിൽ കൈവച്ചു. അവനെ നിനക്ക് തരാം ഞാൻ. പക്ഷേ അവനിവിടെ തുടങ്ങിവെച്ചത് നമുക്ക് അവസാനിപ്പിക്കണം ആദ്യം. പ്ലീസ്. വാൾട്ടർ പിടിവിട്ടു. എൻ്റെ സ്റ്റെല്ല എവിടെ? ചോദ്യം നതാലിയയോടായിരുന്നു. അയാളുടെ മുഖത്തു നിന്നും പ്രസരിക്കുന്ന അഗ്നി തന്നെ ദഹിപ്പിച്ചേക്കാമെന്ന് തോന്നി അവൾക്ക്. സ്വയം അറിയാതെ എന്നോണം നതാലിയ അകത്തേക്ക് നടന്നു. ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നതും സ്റ്റെല്ല പുറത്തേക്ക് ചാടിയിറങ്ങി. എൻ്റെ പപ്പയുടെ ശബ്ദം ഞാൻ കേട്ടു. യെസ് സ്റ്റെല്ല. നതാലിയ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. എല്ലാം കഴിഞ്ഞു. ഇനി നിനക്ക് ഒന്നും പേടിക്കാനില്ല. നിന്റെ പപ്പ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഐ ജസ്റ്റ് നീഡ് വൺ ലാസ്റ്റ് ഹെൽപ്പ്. വാട്ട് ഹെൽപ്പ്? നിനക്കിനി മതിയായില്ലേ? ചീറിക്കൊണ്ട് സ്റ്റെല്ല കുതറി. നീ നിന്റെ പപ്പായോടൊന്ന് സംസാരിക്കണം. മണ്ടത്തരമൊന്നും കാണിക്കരുതെന്ന് പറയണം. നമ്മളീ കഷ്ടപ്പെട്ടതെല്ലാം ഈ അവസാന നിമിഷത്തിൽ അയാൾ നശിപ്പിക്കും.
പ്ലീസ് ആസ്ക് ഹിം ടു കാം ഡൗൺ. നതാലിയെ പിടിവിട്ടതും സ്റ്റെല്ല ഹാളിലേക്ക് ഓടി. എന്നാൽ ഹാളിലെത്തിയതും വാൾട്ടറുടെ മുഖഭാവം ശ്രദ്ധിച്ച അവൾ സ്തബ്ധയായി നിന്നുപോയി. കണ്ണുകളുടെ സ്ഥാനത്ത് 2 അഗ്നിഗോളങ്ങളാണ് അവൾ കണ്ടത്. ഒപ്പം ആയുധധാരികളായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും കൂടി കണ്ടപ്പോൾ അവളുടെ ശ്വാസം നിലച്ചുപോയി. വാൾട്ടർ പതിയെ കണ്ണുകൾ കൊണ്ട് അവളോട് അടുത്തേക്ക് വരുവാൻ ആംഗ്യം കാട്ടി. ഭയചകിതയായ സ്റ്റെല്ല ബദ്ധപ്പെട്ട് ഉമിനീരിറക്കി. അത് കണ്ടതും വാൾട്ടർ മുൻപോട്ട് ചെന്ന് അവളെ മാറോടണച്ചു. എല്ലാം കഴിഞ്ഞു കുട്ടി, ഇനി എൻ്റെ മോൾ ഒന്നും പേടിക്കണ്ട. എല്ലാം എന്ന് ഈ നിമിഷം ഇവിടെ തീരുകയാണ്. നമുക്കിനി സമാധാനമായി മടങ്ങാം. ഇനി പപ്പ ഒന്നും മോളോട് മറച്ചു വെക്കില്ല, ഒരിക്കലും. എനിക്കൊന്നും അറിയണ്ട പപ്പ, ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ഹോം. അവൾ ഏങ്ങി കരഞ്ഞുകൊണ്ട് അയാളുടെ മാറിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. ഏതാനും നിമിഷങ്ങൾ അവർ അതേ നിൽപ്പ് തുടർന്ന് നിശബ്ദനായി അയാൾ അവളെയും കൊണ്ട് പുറത്തേക്ക് നീങ്ങി. ഒരു സംഘർഷം പ്രതീക്ഷിച്ച എല്ലാവരും അമ്പരന്നു. വാൾട്ടർ ശാന്തനായിരുന്നു. എന്നാൽ വാതിൽക്കലെത്തിയതും അയാൾ തിരിഞ്ഞ് മിൽട്ടനെ നോക്കി. ഉറക്കെ പൊട്ടിച്ചിരിക്കുകയാണ് മിൽട്ടൻ. ഇവിടെ ആരും ശ്രദ്ധിച്ചില്ല വാൾട്ട്, പക്ഷെ എനിക്കറിയാം നീ എന്താണ് ചെയ്തതെന്ന്. അയാൾ തൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു. ഐ നോ വാട്ട് യു ജസ്റ്റ് ഡിഡ് ബ്രദർ. ഒരേ ഒരു അപേക്ഷ മാത്രം, എൻ്റെ അപ്പനെ ചെയ്തതുപോലെ പച്ചയ്ക്ക് കത്തിക്കരുതെന്നെ പ്ലീസ്. ഒരു കാലത്ത് പിരിയാത്ത ചങ്ങാതിമാരായിരുന്നു നമ്മൾ, ഒരിക്കലും പിരിയില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവർ. ഫോക്സ് ഞെട്ടിത്തിരിഞ്ഞു. എല്ലാവരുടെയും ശ്രദ്ധ വാൾട്ടറുടെ ചുരുട്ടിപ്പിടിച്ച ഇടത് കൈമുഷ്ടിയിലേക്കായി. വാൾട്ടർ, ഫോക്സിൻ്റെ സ്വരത്തിൽ നിസ്സഹായത നിഴലിച്ചു. പ്ലീസ് ചെയ്യരുത്. നമുക്ക് പോകാം സ്റ്റെല്ല. വാൾട്ടർ വീണ്ടും തിരിഞ്ഞു. അതുപോലെ മിൽട്ടൺ തുടരുകയാണ്. സ്റ്റെല്ല, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ജനിച്ചിട്ടിന്നോളം നിന്നെപ്പറ്റി ചിന്തിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സ്റ്റെല്ല തിരിഞ്ഞു നിന്നു. ആ സുന്ദരമുഖത്ത് 1000 ചോദ്യങ്ങൾ. നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് ആർക്കും നിന്നെ സ്നേഹിക്കാനാകില്ല കുട്ടി. പക്ഷേ മിൽട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിന്റെ പപ്പ പറഞ്ഞതുപോലെ എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് നീ ഇതെല്ലാം പിന്നിലുപേക്ഷിച്ച് ഒരു നല്ല ജീവിതം തുടങ്ങണം. ഈ ലോകത്ത് നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പപ്പയെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ നീ ആയുഷ്കാലം മുഴുവൻ സുരക്ഷിതയായിരിക്കും. ആരാ ഇയാൾ? സ്റ്റെല്ല ഒന്നും മനസ്സിലാകാതെ പപ്പയെ നോക്കി. എല്ലാം പറഞ്ഞു തരാം ഞാൻ എൻ്റെ മോൾക്ക്. ഇനി അങ്ങോട്ട് ഒന്നും മറച്ചു വെക്കാനില്ല എനിക്ക്. വരൂ. വാൾട്ടർ പുറത്തേക്കിറങ്ങി ഇന്നോവയെ ലക്ഷ്യമാക്കി നീങ്ങി. ആ കാർ ഗേറ്റ് കടന്നു പോയതും ഫോക്സ് തിരിഞ്ഞ് ശരത്തിനെ നോക്കി. യു ക്യാൻ കീപ് ഹിം. എനിക്കിനി ഇവന് ആവശ്യമില്ല. എന്നല്ല, എനിക്കിവനെ കിട്ടിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. നിരാശ കലർന്ന ഒരു ചെറു പുഞ്ചിരിയുണ്ടായിരുന്നു അയാളുടെ മുഖത്ത്. വൂടുപ്രയോഗം നേരിൽ കണ്ടിട്ടില്ലാത്ത അവർക്കാർക്കും അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. കുറേ നേരത്തേക്ക് ആരും ഒന്നും സംസാരിച്ചില്ല. ഒടുവിൽ, ഇവളെ ഇനി എന്തു ചെയ്യും? തനിക്ക് ചുറ്റും നടന്നൊന്നും അറിയാതെ അപ്പോഴും ബോധരഹിതയായി സോഫയിൽ കിടക്കുന്ന പാർവതിയെ ചൂണ്ടി നതാലിയ ചോദിച്ചു. നമ്മുടെ സുഹൃത്ത് മാത്യൂസിന് ഒരു സമ്മാനം കൂടി കൊടുക്കാനുള്ള സമയമായി. ഇവരെയെല്ലാം വെച്ച് അയാൾക്കൊരു കേസ് ബിൽഡ് ചെയ്യാനായേക്കും. മരിച്ചുപോയ ആ പയ്യൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസമായിരിക്കും ഇവളുടെ അറസ്റ്റ്. മിസ്റ്റർ പ്രഭാകരന് അറസ്റ്റ് ചെയ്യാൻ ഇതൊന്നും മതിയാകുമെന്ന് തോന്നുന്നില്ല ഡേവിഡ്. ശരത് അവളെ നോക്കി പുഞ്ചിരിച്ചു. ഏത് പ്രഭാകർ? ഇനി അങ്ങനെ ഒരാളില്ല നതാലിയ. അവൻ്റെ ചിരി ഒരു പൊട്ടിച്ചിരിയായി മാറി. എനിക്കിപ്പോൾ ഒരു കോൾ വന്നിരുന്നു. പ്രഭാകരനെ അന്വേഷിച്ച് പോയവർക്ക് ഏതാനും അസ്ഥികഷ്ണങ്ങൾ മാത്രമേ കിട്ടിയുള്ളത്രേ. നമ്മുടെ ആളുകൾ അവിടെ എത്തിയപ്പോഴേക്കും ഇൻസ്പെക്ടർ ശിവാനന്ദ് എല്ലാം ഭംഗിയായി അവസാനിപ്പിച്ചിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 പോലീസ് ജീപ്പുകളിലായി മാത്യൂസും സംഘവും അവിടെ എത്തിച്ചേർന്നു. ഹായ് മിസ്റ്റർ മാത്യൂസ്, ഞാൻ ഡേവിഡ് ജോൺ. ശരത്ത് അയാളുടെ കൈ പിടിച്ച് കുലുക്കി. താങ്കൾക്കിപ്പോൾ അറിയാമല്ലോ ഞങ്ങൾ ആരാണെന്നും എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നും. താങ്ക് യു ഫോർ സേവിങ് ശിവ. മാത്യൂസിന് പറയാനുണ്ടായിരുന്നത് അതുമാത്രമായിരുന്നു. ഞാനൊരു പോലീസ് ഓഫീസറാണ്, പറയാൻ പാടില്ലാത്തതാണ്. എങ്കിലും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു മരണമാണ് പ്രഭാകരന് കിട്ടിയത്. അയാൾ അത് അർഹിച്ചിരുന്നു. ഇവനെയും അങ്ങനെ തീർത്ത് കളയണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെല്ലാം ഓൾറെഡി തീരുമാനിക്കപ്പെട്ട കാര്യമാണ് മാത്യൂസ്. ഫോക്സ് ഒരു ചെറു ചിരിയോടെ അയാളുടെ തോളിൽ തട്ടി. ഡെഡ് മാൻ വാക്കിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ദാ കണ്ടോളൂ. ഇങ്ങോട്ടുള്ള യാത്രാമധ്യേ വാൾട്ടറുടെ കാർ അവരെ കടന്നുപോയത് അയാൾ ശ്രദ്ധിച്ചിരുന്നു. അയാൾക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി. പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മിൽട്ടൺ, വി ആർ ഗോയിങ് ടു ഗോവ. അവിടുത്തെ നിന്റെ സുഹൃത്തുക്കളെ ഒക്കെ ഒന്ന് പരിചയപ്പെടണം നമുക്ക്, ഓക്കെ? ശരത്ത് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അതുവരെ കണ്ടിരുന്നത് പോലെയല്ല, മിൽട്ടന്റെ കണ്ണുകളിൽ മരണഭയം നിഴലിക്കുന്നത് വ്യക്തമായിരുന്നു.
എന്നാൽ ഫോക്സിനൊഴികെ മറ്റാർക്കും അത് മനസ്സിലായ ലക്ഷണമില്ല. 4 ദിവസങ്ങൾക്ക് ശേഷം ബാർബിക്യൂ നേഷൻ റെസ്റ്റോറൻറ്റ്, കൊച്ചി. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ ശിവാനന്ദുമായി മാത്യൂസും കുടുംബവും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ വാൾട്ടറെ കൂടി വിളിക്കാമായിരുന്നു. ശിവാനന്ദ് ചിരിച്ചു. എന്തൊക്കെയാണ് നടന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്? ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം എന്തൊക്കെ സംഭവിച്ചു? ആ ഡേവിഡ് ജോൺ എന്ന് പറഞ്ഞവൻ്റെ വല്ല വിവരവുമുണ്ടോ? അവൻ ആരാണെന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കില്ല ശിവ. സെൻട്രൽ ഇൻ്റലിജൻസ്? ആഹാ, കൊള്ളാലോ. പിന്നെ ചുമ്മാതാണോ 2 എണ്ണത്തിനെ പട്ടാപ്പകൽ നാഷണൽ ഹൈവേയിലിട്ട് വെടിവെച്ച് തീർത്തിട്ട് പുല്ലുപോലെ വണ്ടി ഓടിച്ചു പോയത്? അവനെ ഒന്നുകൂടെ കാണാൻ പറ്റുമോ? ആർക്കറിയാമടോ, ഇവന്മാരൊക്കെ നമ്മളന്വേഷിച്ചാൽ കാണുമോ? ബൈ ദ വേ, നതാലിയ എന്നൊരു പെണ്ണും കൂടി ഉണ്ട് കേട്ടോ. പരിചയപ്പെട്ടിരിക്കേണ്ട ഐറ്റമാണ്. അതുപോട്ടെ, കേസ് എന്തായി സാർ? പാർവതിയെ പിറ്റേന്ന് തന്നെ റിമാൻഡ് ചെയ്തു. നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നു. കുറേ ഇടനിലക്കാരുണ്ട്, ഒക്കത്തിനെയും പോക്കണം. ഞാൻ നാളെ മുതൽ മിണ്ടാതിരുന്നോണം. തന്നെ താൽക്കാലികമായി പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് കരുതിക്കോ. 1 മാസമെങ്കിലും കഴിയാതെ നിന്നെ ആ യൂണിഫോമിലെങ്ങാനും കണ്ടാൽ അപ്പം പറയാൻ ഞാൻ. ഭക്ഷണമെത്തി. അതെ, മാത്യൂസിൻ്റെ ഭാര്യ ലിൻഡ അയാളെ തട്ടി വിളിച്ചു. ദാ, ആ ടേബിളിരിക്കുന്ന മനുഷ്യൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടല്ലോ. എന്താ സംഭവം? മാത്യൂസ് തലയുയർത്തി. 2-3 മേശയ്ക്കപ്പുറം നിറഞ്ഞ പുഞ്ചിരിയുടെ ഒരു പരിചിത മുഖം. മാത്യൂസിന് പെട്ടെന്ന് മനസ്സിലായില്ല. നല്ല പരിചയം തോന്നുന്നുണ്ട് പക്ഷെ. അപ്പോഴേക്കും അയാൾ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് എത്തിയിരുന്നു. സാറിന് എന്നെ ഓർമ്മയില്ലേ? ആഗതൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞിട്ടില്ല. നമ്മൾ മുൻപ് തൃശ്ശൂർ വെച്ച് ഒരിക്കൽ പരിചയപ്പെട്ടിരുന്നു, ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഷെറിനും. ഓ, ഇപ്പോൾ ഓർമ്മ വന്നു. അലക്സ് അല്ലേ? യെസ് സാർ, അലക്സ് ജോൺ. അപാര ഓർമ്മ തന്നെ. അയാൾ ഹസ്തദാനത്തിനായി കൈനീട്ടി. മറക്കാൻ പറ്റുമോ? നിങ്ങളല്ലേ റിജിക്ക് റോബിയെ വിളിക്കാൻ ഫോൺ കൊടുത്തത്? അതൊന്നും പറയണ്ട. അന്ന് ഞങ്ങളെ 2നെയും പോലീസ് പൊക്കിയായിരുന്നു. പിന്നെ സാർ ഇടപെട്ടല്ലേ ഞങ്ങളെ വിട്ടത്. അലക്സ് എന്തു ചെയ്യുന്നു? ചോദ്യം ശിവാനന്ദിൻ്റെ ആയിരുന്നു. ഞാൻ ദുബായിലായിരുന്നു സാർ. ഇപ്പോൾ നാട്ടിൽ സെറ്റിലായി. ചുമ്മാ നാട്ടുകാരെ പറ്റിച്ച് വല്ലപ്പോഴും ഓരോ നോവലൊക്കെ എഴുതി ജീവിക്കുന്നു. ആഹാ, സാർ കേട്ട് കാണും. സാന്ദ്രം ഞാൻ എഴുതിയ നോവല, ബെസ്റ്റ് സെല്ലറായിരുന്നു. പിന്നെ നല്ല ആളോടാ ചോദിക്കുന്നേ. ലിൻഡ ചിരിച്ചു. എനിക്കെവിടാടോ നോവലൊക്കെ വായിക്കാൻ നേരം? ഇനി അതിൻ്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ. മാത്യൂസ് തൻ്റെ പ്ലേറ്റിലേക്ക് ചുട്ടെടുത്ത ചിക്കൻ കഷ്ണങ്ങൾ അടർത്തിയിട്ടു. ആ നോവൽ എന്തായാലും സാറൊന്ന് വായിച്ചിരിക്കണം. കാരണം അതിലെ നായകൻ സാറ് തന്നെയാ. ചുമ്മാ ആ സാന്ദ്ര കേസിനെ പറ്റിയുള്ള പത്രവാർത്തകളൊക്കെ വായിച്ച് എൻ്റെ കുറേ ഭാവന മിക്സ് ചെയ്ത് തട്ടിക്കൂട്ടിയതാ. കൊള്ളാലോടോ, എനിക്ക് റോയൽറ്റി തരേണ്ടതാണ്. അലക്സ് പുഞ്ചിരിച്ചു. ഓക്കെ സാർ, വീണ്ടും കണ്ടതിൽ സന്തോഷം. വിരോധമില്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഷുവർ. ആ സാന്ദ്ര കൊലക്കേസ് പോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റെന്തെങ്കിലും കേസുകളുണ്ടോ? എനിക്കൊരു ഇൻസ്പിറേഷന് വേണ്ടിയാ. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടിയാൽ മതി, ഞാൻ എഴുതി പൊലിപ്പിച്ചോളാം. മാത്യൂസ് ശിവാനന്ദിനെ നോക്കി. അയാൾ പുഞ്ചിരിയോടെ ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കുകയാണ്. വെൽ മൈ ഫ്രണ്ട്. നാടകമായി തിരിഞ്ഞ് ആ കസേര ഇങ്ങോട്ട് വലിച്ചിട്ടിരുന്നോളൂ. തനിക്ക് ഞാൻ നല്ലൊരു കഥ പറഞ്ഞു തരാം. ആഹാ, അലക്സിൻ്റെ മുഖം വിടർന്നു. ഇറ്റ്സ് എബൌട്ട് എ മാൻ ഫ്രം ലൂസിയാന സ്റ്റേറ്റ്, USA. വാവ്! കഥാകാരൻ ആവേശത്തിലായി. കഥയുടെ ടൈറ്റിൽ അന്വേഷിച്ച് ഇനി എങ്ങോട്ടും പോകണ്ട. ഇത് മതി, മാൻ ഫ്രം ലൂസിയാന. അതേസമയം നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന എമിറേറ്റ് വിമാനത്തിനുള്ളിൽ തൻ്റെ തോളിൽ ചാരിയുറങ്ങുന്ന സ്റ്റെല്ലയെ പതിയെ മാഗിയുടെ മടിയിലേക്ക് ചായ്ച്ചു കിടത്തി വാൾട്ടർ ചുറ്റും നോക്കി. മാഗിയും ഉറക്കത്തിലാണ്. പക്ഷേ സീറ്റ് വിട്ട് എഴുന്നേറ്റതും അയാളുടെ കൈത്തണ്ടയിൽ പിടിവീണു. വാൾട്ട്, ഒന്നുകൂടി ആലോചിക്കൂ പ്ലീസ്. നീ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ജീവിതകാലം മുഴുവൻ മരണം ഭയന്ന് അവൻ ജീവിക്കും. അതുതന്നെയാണ് അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ശിക്ഷ. വാൾട്ടർ നിശബ്ദനായി ഒരു നിമിഷം നിന്നു. എന്നിട്ട് പതിയെ മാഗിയുടെ കൈ വിടുവിച്ചു. ഇത് ഞാൻ അവസാനമായി ചെയ്യുന്നതാണ്. ഐ പ്രോമിസ് മാഗി. ഇതിനുശേഷം നിനക്കെൻ്റെ വൂഡു ബുക്ക് ചുട്ടേരിക്കാം. എനിക്ക് ശേഷം നമ്മുടെ കുടുംബത്തിൽ ഇതിനൊരു തുടർച്ച വേണ്ട. പക്ഷേ ഇതിന് നീ എന്നെ അനുവദിക്കണം. നിനക്കറിയാമല്ലോ, അവൻ ഞാൻ ഇപ്പോൾ വെറുക്കുന്നില്ല. സത്യത്തിൽ സഹതാപമാണ് എനിക്ക്. പക്ഷേ അവൻ ജീവിച്ചിരുന്നാൽ ആ വിഷം ഇനിയും അവൻ പടർത്തും, എനിക്കുറപ്പാണ്. എത്ര വലിയ ശക്തികൾ വിചാരിച്ചാലും അവനെ തളയ്ക്കാനാകില്ല. കാരണം ഇതവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അവൻ അതല്ലാതെ മറ്റൊരു ജോലി ചെയ്യാനാകില്ല. അതുകൊണ്ട് മാഗി, പ്ലീസ്. വാൾട്ടർ ടോയ്ലറ്റ് ലക്ഷ്യമാക്കി നടന്നു. തോളിലെ ബാഗ് അയാൾ ഭദ്രമായി ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ താഴെ ന്യൂഡൽഹിയിലുള്ള റോ ആസ്ഥാനത്ത് ഇൻ്ററഗേഷൻ റൂമിലിരുന്ന് മിൽട്ടൺ ലൂയിസ് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി: ഡിയർ ഫോക്സ്, ഇന്ത്യയിൽ നിന്നും ഇനിയൊരു മടക്കം എനിക്കില്ല. എൻ്റെ അവസാനം അടുത്തു എന്ന് താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ അവസാന നിമിഷത്തിൽ ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് കരുതുകയാണ്. താങ്കളുടെ ഇന്ത്യ യാത്ര വെറുതെ ആയെന്ന് കരുതണ്ട. ലൂസിയാനയിലെത്തിയാൽ ഞാൻ താഴെ കുറിക്കുന്ന ലൊക്കേഷനുകളിൽ പരിശോധിക്കുക. നിങ്ങൾക്ക് വേണ്ടത് അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏതാണ്ട് 120 കിലോയോളം വരുന്ന പ്യുവർ മെത്തേൻഫെറ്റമിൻ. താങ്കളോട് ചെയ്തതിന് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. പക്ഷേ അടുത്ത നിമിഷം ഇരു കണ്ണുകളും പൊത്തിപ്പിടിച്ച് അലറി നിലവിളിച്ചുകൊണ്ട് അയാൾ ചാടി എഴുന്നേറ്റു.